രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിരോധ സമരം തീർക്കുകയുണ്ടായി. അത് വലിയ വിജയത്തിൽ എത്തിച്ചേർന്നു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും ലോകത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ അവരെ മൃഗീയമായി ഉപദ്രവിക്കാൻ വരുന്ന പോലീസിന് മുന്നിൽ ദേശീയഗാനം ചൊല്ലിക്കൊണ്ടും അവർക്ക് ബാരിക്കേഡുകൾ വെച്ച് അവരെ തടഞ്ഞു നിർത്തുമ്പോൾ ആ ബാരിക്കേഡുകൾ തന്നെ ഷട്ടിൽ കളിക്കാനുള്ള നെറ്റാക്കി മാറ്റിക്കൊണ്ടും വാട്ടർ തീം പാർക്ക് പോലെ അവരിലേക്ക് ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ചും ടിയർ ഗ്യാസ് കൊടുത്തപ്പോൾ ഒന്നുകൂടി എന്ന് ആവശ്യപ്പെടുകയും ഉപദ്രവിക്കാൻ വരുന്ന പോലീസുകാരന് മുമ്പിലേക്ക് ഒരു പൂ നീട്ടിക്കൊണ്ട് അവരോട് സൗഹാർദ്ദപൂർവ്വം അവർക്ക് കിട്ടിയ തുച്ഛമായ ഭക്ഷണത്തിൽ നിന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് കൂടി അത് നൽകുന്ന ഷെയറിങ്ങിന്റെ പുതിയ മാതൃകകൾ തീർത്ത മിടുക്കരായ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റേതൊരു സമരത്തെക്കാളും അപ്പുറം നമ്മുടെ തലമുറ എത്ര വ്യത്യസ്തമായിട്ടാണ് ആ സമരത്തെ പ്രതിനിധീകരിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ നാളെയുള്ള നമ്മുടെ തലമുറയ്ക്കെങ്കിലും ലഭ്യമാകട്ടെ. ഇനിയും നഷ്ടപ്പെടാത്ത ചിലത് നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നാം കണ്ട ആ കുഞ്ഞുങ്ങളുടെ സമരം. നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് ഈ പുതുതലമുറ നമ്മളോട് വിളിച്ചു പറയുകയാണ്. പാറ്റാ വിപ്ലവം എന്നൊക്കെ പറഞ്ഞാലും അവരെ എത്ര രാജ്യദ്രോഹികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ മുദ്രകുത്തി എങ്ങനെയെല്ലാം പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അവർ തളരാതെ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ പാറ്റാ വിപ്ലവത്തെക്കുറിച്ച് ഒരു ചെറിയ കവിത എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ചൊല്ലുകയാണ്. PS ഷിബു എഴുതിയ കവിതയാണ്. എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ എനിക്കറിയില്ല. അത് വന്നതു തന്നെ ഒറ്റയ്ക്കാണ്. അടുക്കള ചുമരിൻ്റെ അരികുപറ്റി ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ നടക്കുമ്പോൾ മുത്തുകിലുക്കാതെ നെഞ്ചും വിരിച്ചാണ് വന്നത്. അരിപ്പുട്ടുകോലിനോട് ചേരുന്ന ഞായറാഴ്ച തിരക്കിൽ എൻ്റെ കൺകോണിലേക്ക് ചടുല നൃത്തം പകർന്ന് അതങ്ങനെ വിരിഞ്ഞു നിന്നു. പതിയെ പതിയെ അതൊരു കൂട്ടമാകുന്നതും കൂട്ടം ഒരു കടലാകുന്നതും കടലങ്ങനെ തിരയാകുന്നതും നോക്കി ഞാൻ അമ്പരന്നു. ഞായറാഴ്ച പൊലിപ്പിൻ്റെ അവസാന കുതിപ്പിൽ ഉള്ളിത്തൊലിക്കൂനയുടെ മറ പറ്റി അവരങ്ങനെ കൂട്ടം കൂടുന്നതും കഥ പറയുന്നതും പാട്ടുപാടുന്നതും കേട്ട് ഈയക്കട്ട കോർത്തെടുത്ത എൻ്റെ ചൂണ്ടക്കൊളുത്ത് അടുപ്പുഭാഗത്തിൻ്റെ മുകളറ്റത്തേക്ക് നീക്കി വെച്ചു. മണ്ണെണ്ണ മണക്കുന്ന പാതകത്തിനടിയിൽ ഇരുണ്ട കോണിൽ എവിടെയോ പൊതിമടലിൻ്റെ ഇടയിലോ ചിരട്ടക്കൂനയ്ക്കരികിലോ എനിക്കൊരു ആസ്മക്കുത്ത് സമ്മാനിച്ച് ഏതു നിമിഷവും പുറത്തു വരാൻ പാകത്തിൽ അവരങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. പാതി മയക്കത്തിൻ്റെ പതിവുണർച്ചയിൽ ഈന്തവാറ്റ് തിളങ്ങുന്ന ചുണ്ടൻ കോണിൽ രണ്ടു നെടുനീളൻ കീറൽ തന്ന് സ്റ്റിക്കർ ഒട്ടിച്ച എൻ്റെ നിലക്കണ്ണാടിയിൽ എന്നിലൂടെ അവർ എന്നെ നോക്കി ചിരിച്ചു. ദേഷ്യത്തോടെ ആസ്മക്കുത്തുള്ള എൻ്റെ തൊണ്ട കനട്ടി. 56 ഇഞ്ച് നെഞ്ചും കുലുക്കി പുറത്തേക്ക്. അവരപ്പോൾ മുറികളിൽ, വിളക്കുതട്ടങ്ങളിൽ, വചന പുസ്തകങ്ങളിൽ, സ്തൂപങ്ങളിൽ ഒടുക്കം ശ്വാസം മുട്ടിയ ഞാൻ തൊണ്ടയും പൊത്തിപ്പിടിച്ച് എൻ്റെ അടുക്കളയും ഉപേക്ഷിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ അടുക്കള ജനാലയിൽ നീളൻ മീശരോമങ്ങളും കുലുക്കി അവരെങ്ങനെ എന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ശരിക്കും അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ എനിക്കറിയില്ല. ശരിക്കും അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ എനിക്കറിയില്ല. PS ഷിബു എഴുതിയ വളരെ മനോഹരമായൊരു കവിത. കൃത്യമായ ഉപമകളിലൂടെ മനോഹരമായി നമ്മുടെ പാറ്റാ വിപ്ലവത്തെ വരച്ചിട്ടിരിക്കുന്നു.